ഹായ് ഡിയേഴ്സ്, കെമിസ്ട്രി പ്രാക്ടിക്കലിന്റെ അവസാന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതാണ് നമ്മുടെ വീഡിയോയുടെ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത് എവിടെയാണ്, എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എക്സാമിനേഷന്റെ ഡേറ്റും സമയവും എല്ലാം തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം ടേബിൾ, ഓരോ പ്രാക്ടിക്കൽ വിഷയത്തിന്റെയും കറക്റ്റ് ഡേറ്റും ടൈമിങ്ങും നോട്ട് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകളും എടുത്തു വെക്കണം. അപ്പൊ നമ്മുടെ കെമിസ്ട്രി ലാബിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആയിരിക്കും തരുന്നത്. ഇതാണ് നിങ്ങളുടെ കെമിസ്ട്രി പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ. ഇതാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൂടെ ഒക്കെ തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സാമിനർ ഈ ചോദ്യം നിങ്ങൾക്ക് വായിച്ചു തരികയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് നിങ്ങളുടെ മെയിൻ ഷീറ്റിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കേണ്ടത്. അതിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ്, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് എഴുതുന്നത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻസ് വരാം. എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് NaOH in the whole of the given solution. You are provided with a standard solution of HCl containing 3.65 gram per liter. ഇങ്ങനെ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രീഫ്ലി റൈറ്റ് ദി പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഫോർ ദി എബോവ് എസ്റ്റിമേഷൻ വിത്തിൻ 5 minutes ആണ്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവരുത്. വളരെ കൂളായിട്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പ്രൊസീജിയറും പ്രിൻസിപ്പിളുമാണ് എഴുതി കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡീഷണൽ ഷീറ്റിലാണോ അല്ലെങ്കിൽ മെയിൻ ഷീറ്റിലാണോ എഴുതേണ്ടത് എന്നുള്ളത് എക്സാമിനർ പറഞ്ഞു തരും. അത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഷീറ്റിൽ അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കൂടി എഴുതിയിരിക്കണം. രജിസ്റ്റർ നമ്പർ എഴുതാൻ വിട്ടുപോകരുത്. രജിസ്റ്റർ നമ്പർ കൂടി എഴുതണം. എന്നിട്ട് അതിന്റെ പ്രിൻസിപ്പൽ പ്രൊസീജിയർ ആണ് എഴുതേണ്ടത്. എങ്ങനെയാണ് വളരെ ഷോർട്ടായിട്ട് പ്രിൻസിപ്പൽ പ്രൊസീജിയർ എഴുതുക എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കാണാത്തവർക്കുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ എഴുതുന്നതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. അതായത് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, NaOH plus HCl gives കെമിക്കൽ ഇക്വേഷൻ. അതായത് ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം ഒരു സോൾട്ടും വാട്ടറുമാണ് ലഭിക്കുക. ഈ ഒരു ഇക്വേഷൻ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആസിഡും ബേസിനനുസരിച്ചായിരിക്കണം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് 1 മാർക്കായിരിക്കും ഉണ്ടാക്കുക. വേറെ ഒന്നും തന്നെ എഴുതേണ്ട, ഓൺലി ഇക്വേഷൻ. ഇനി നമ്മൾ പ്രൊസീജിയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൊല്യൂഷൻ ഇൻ പിപ്പറ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് 1/2 മാർക്കാണ് ലഭിക്കുന്നത്. നമുക്കറിയാം ബേസ് ആയിരിക്കും എപ്പോഴും പിപ്പറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ബേസ് ആണോ തന്നിരിക്കുന്നത് അതാണ് പിപ്പറ്റ് ചെയ്യുക. സൊല്യൂഷൻ ഇൻ ബ്യൂറേറ്റ് നിങ്ങൾ എപ്പോഴും ആസിഡ് ആണ് എഴുതേണ്ടത്. അത് തെറ്റിക്കരുത് കുട്ടികളെ. HClO നിങ്ങൾക്ക് ഏതാണോ ആസിഡ് തന്നിരിക്കുന്നത് അത് എഴുതാം. പിപ്പറ്റിൽ എപ്പോഴും ബേസ് ആണ്, NaOH ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഫിനോഫ്തലിൻ തന്നെ ഉപയോഗിക്കുക. ഫിനോഫ്തലിൻ എഴുതണം. കളർ ചേഞ്ച് എന്തായിരിക്കും? പിങ്ക് കളർ ടു കളർലെസ് ആണ്. ഇങ്ങനെ എഴുതിയാൽ ഓരോന്നിനും ഓരോ പോയിന്റിനും 1/2 മാർക്ക് വീതമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളോട് ആ പേപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം എക്സ്റ്റേണൽ എക്സാമിനറുടെ നിർദ്ദേശപ്രകാരം കുറച്ചു കുട്ടികൾക്ക് സോൾട്ടിന്റെ സ്കീം എഴുതി കൊടുക്കാം. അതായത് റൈറ്റ് ദി സിസ്റ്റമാറ്റിക് സ്കീം ഓഫ് അനാലിസിസ് ഓഫ് സോൾട്ട് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോൾട്ട് തരും. അതായത് ഒരു ആനിയോണും കാറ്റിയോണും ആയിരിക്കും ഉണ്ടാവുന്നത്. സാധാരണ കേസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സോൾട്ടുകളാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. അമോണിയം കാർബണേറ്റ്, അതുപോലെ അമോണിയം ക്ലോറൈഡ്, ലെഡ് നൈട്രേറ്റ്, അലൂമിനിയം നൈട്രേറ്റ്. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഇന്റേണൽ എക്സാം നിങ്ങളുടെ ടീച്ചർ ഏതൊക്കെ സോൾട്ട് ആണോ വരുന്നത് പറഞ്ഞിട്ടുള്ള അതിന്റെ കോമ്പിനേഷനുകൾ പഠിച്ചു വെക്കുക. ആനിയോന്റെയും കാറ്റിയോന്റെയും സ്കീം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കറിയാം എന്താണ് എഴുതേണ്ടത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള അമോണിയം കാർബണേറ്റോ അമോണിയം ക്ലോറൈഡോ ലെഡ് നൈട്രേറ്റോ ലെഡ് അസിറ്റേറ്റോ ഇങ്ങനെയുള്ള സോൾട്ടുകളായിരിക്കും നമുക്ക് തരുന്നത്. അതിന്റെ സ്കീം നന്നായിട്ട് ഒരിക്കൽ കൂടി പഠിക്കുക. ഇനി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാന്ന് നോക്കാം.
ഇതാണ് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത്. അതായത് നിങ്ങൾ ഒരു ആനിയോൺ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കാർബണേറ്റോ അസിറ്റേറ്റോ ക്ലോറൈഡോ നൈട്രേറ്റോ ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു ആനിയോൺ ആയിരിക്കാം. അതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്? ഇപ്പൊ കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഡൈലൂട്ട് HCl ഒഴിക്കുന്ന ടെസ്റ്റ് ആണ്. ബ്രിസ്ക് എഫർവസൻസ് പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ആ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് 4 മാർക്ക് ഉണ്ട് കുട്ടികളെ. പിന്നെ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റും കൂടി എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ് ലഭിക്കുന്നത്. ഓരോ ആനിയോണിനും ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും എഴുതണം, കൺഫർമേറ്ററി ടെസ്റ്റും എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ ആ സിസ്റ്റമാറ്റിക് രീതിയിൽ തന്നെ എഴുതണം. അതായത് കാർബണേറ്റ് പ്രസന്റ് അല്ലെങ്കിൽ അത് പ്രസന്റ് അല്ല, അടുത്ത ടെസ്റ്റിലേക്കാണ് കടക്കേണ്ടത്. ഈ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറും കൂടി എഴുതണം. പക്ഷേ ഈ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി കാറ്റിയോൺ ആണെങ്കിലോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാറ്റിയോൺ ഏത് ഗ്രൂപ്പാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ആണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 0 ഗ്രൂപ്പ് ആണെങ്കിൽ അമോണിയം, ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ലെഡ്, തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അലൂമിനിയം. മാക്സിമം ഇത് 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരുന്നത്. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷന് 2 മാർക്കുണ്ട്. ഇനി ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ചെയ്ത അതിലുള്ള ടെസ്റ്റ്, നമ്മൾ ഏത് ടെസ്റ്റിനാണോ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്, ഇപ്പൊ അമോണിയ ആണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? സോഡിയം കാർബണേറ്റ് ആണ്. നോ precipitate, presence of ammonium ion. ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റിയോണിന് എപ്പോഴും 2 ടെസ്റ്റ് ഉണ്ടാവും. അനാലിസിസിൽ നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, 2 ടെസ്റ്റുകൾ ഉണ്ടാകും. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ 2 ടെസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഒന്ന് കൺഫർമേറ്ററി ആയിട്ടും എഴുതണം, ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റിയോണുമായിട്ടാണ് എഴുതേണ്ടത്. ഓരോ ടെസ്റ്റിനും 3 മാർക്ക് വീതമാണുള്ളത്. അങ്ങനെ മാക്സിമം 8 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികളെ, ഒരു കൺഫർമേറ്ററി നിങ്ങൾ എഴുതാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് 3 മാർക്കായിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പേപ്പറിൽ എല്ലാ ടെസ്റ്റുകളും ഉണ്ടായിരിക്കണം. നമുക്ക് ലാബിൽ കാറ്റിയോണോ ആനിയോണോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമുക്ക് പറഞ്ഞു തരും ഇന്ന കാറ്റിയോണാണ് നമുക്ക് ഉള്ളതെന്ന്. അതിന്റെ ഈ ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 16 മാർക്ക് കറക്റ്റായിട്ട് വീഴുള്ളൂ. ഇനി പലർക്കും ഉണ്ടാവുന്ന സംശയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോൾട്ട് തന്നു, അലൂമിനിയം നൈട്രേറ്റ്. പെട്ടെന്ന് ഒരു കുട്ടിക്ക് അതിന്റെ ടെസ്റ്റുകൾ ഒന്നും തന്നെ ഓർമ്മയില്ല, എത്ര ആലോചിച്ചിട്ടും ആ ടെസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സോൾട്ട് മാറ്റിത്തരുമോ എന്ന് പല കുട്ടികൾക്കും ചിന്തയുണ്ടാകും. ഇന്റേണലിന്റെ അടുത്ത് നിങ്ങൾ പറയുക, എനിക്ക് ഈ സോൾട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. എന്തെങ്കിലും ചാൻസുകൾ ഉണ്ടെങ്കിൽ ഇന്റേണൽ എക്സാമിനർ അതിനൊരു സംവിധാനം നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ളത് വോളിയോമെട്രിക് അനാലിസിസ് ആണ്. അതിന്റെ റീഡിംഗ് നിങ്ങളൊരു ആസിഡും ബേസും ഉപയോഗിച്ച് ടൈട്രേഷൻ ചെയ്യുക. അതിന്റെ റീഡിംഗ് നിങ്ങൾ എടുക്കുക, ടാബ്ലർ കോളം വരയ്ക്കേണ്ടതാണ്. ഇനി വോളിയോമെട്രിക് അനാലിസിസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ നോക്കാം. അത് നിങ്ങൾ ലാബിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഒരു ആസിഡും ബേസും നിങ്ങൾ ടൈട്രേഷൻ ചെയ്ത് അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. അത് നിങ്ങൾ ടാബ്ലർ കോളം വരച്ച് അതിലേക്ക് റീഡിങ്സുകളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതിന് 4 മാർക്കാണുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കാണാത്ത വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ കാൽക്കുലേഷൻ പാർട്ടുകളൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഓരോ കാൽക്കുലേഷൻ പാർട്ടിനും ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാർക്കുകളെല്ലാം തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ വരുത്തരുത്. നന്നായിട്ട് കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇറർ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഈ വർഷം ഉണ്ടാവുന്നതല്ല. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എറർ കാൽക്കുലേഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എറർ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഈ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് 15 മാർക്കാണ് വോളിയോമെട്രിക് അനാലിസിസിന് ലഭിക്കുന്നത്. ടാബ്ലർ കോളം വരയ്ക്കണം, കാൽക്കുലേഷൻ, അതിന്റെ റിസൾട്ട്, ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് വൈവയാണ്. വൈവ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. വൈവയെ കുറിച്ച് ഒട്ടും നിങ്ങൾ വേവലാതിപ്പെടേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി വേണ്ടത് റെക്കോർഡാണ്. അതിൽ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാറ്റിയോണും ആനിയോണും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വോളിയോമെട്രിക് അനാലിസിസും ഉണ്ടായിരിക്കണം. വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി ലാബിൽ നിന്നും പുറത്തോട്ട് വരാവുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടവും ഉണ്ടാവുന്നതല്ല. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കെമിസ്ട്രി പ്രാക്ടിക്കലിനെ തയ്യാറെടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.